ഏകദേശം ഒരു 10-60 ചിത്രങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ എഴുതാത്തത് തന്നെ ഇതിന്റെ ഓൾ ഇൻ ഓൾ ആയിട്ട് ചെയ്തു. അല്ല, അത് പറയേണ്ട കാര്യമല്ല. ഉദയ സ്റ്റുഡിയോക്ക് അകത്ത് കയറിയാല് ആദ്യം അന്വേഷിക്കുന്നത് സാറിനെയാണ്. അതെ അതെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ വടക്കൻ കഥകള് ഒന്ന് ആദ്യമായിട്ട് ഉണ്ണിയാർച്ച, പിന്നെ അത് കഴിഞ്ഞ് പാലാട്ട് കോമൻ, തുമ്പോലർച്ച, ആരോമലുണ്ണി, കണ്ണപ്പനുണ്ണി, പാലാട്ട് കുഞ്ഞിക്കണ്ണൻ, ഇങ്ങനെ ആ കഥ എല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. പിന്നെ ഇതുകൂടാതെ തന്നെ സോഷ്യലായിട്ട് എഴുതിയിട്ടുള്ളത് താര എന്ന് പറഞ്ഞ ശാരദ ഡബിൾ റോൾ ചെയ്തിരുന്ന താര എന്ന് പറഞ്ഞൊരു പടം. അതും അതുപോലെ 100 ദിവസമൊക്കെ പോയ പടമാണ്. പിന്നെ നിസ്സാരമായിട്ട് 18 ദിവസം കൊണ്ട് 20 ദിവസം കൊണ്ടൊക്കെ എടുത്ത പോസ്റ്റ്മാനെ കാണാനില്ല, അതും ഹിറ്റുകളാണ്. ഉദയ സ്റ്റുഡിയോ പടം എടുക്കുന്നത് നിർത്തിയത് എപ്പോഴാണ് സാർ? ആഴി എന്ന് പറയുന്ന ഒരു ചിത്രമാണ് ഉദയയുടെ ഒരു ആഴി പോലെയായി തീർന്നത്. പിന്നെ പടം എടുത്തിട്ടില്ല, വാസ്തവത്തിൽ എടുത്തിട്ടില്ല. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം പോലെ ഇവരുടെ വിഭജനമാണ് ഇതിന് ഒരു കാരണം, ഈ സംഭവത്തിന്. കാരണം അപ്പച്ച മുതലാളി ഇവിടുന്ന് ഉദയമായിരുന്നു, നവോദയ അങ്ങോട്ട് പോയി, ബോബച്ചൻ ഇവിടെ ഒറ്റയ്ക്കായി. തുടർന്ന് ഗ്ലാസ് ഫാക്ടറി, അവരുടെ സ്റ്റുഡിയോ നിർമ്മാണം, എല്ലാ കാര്യത്തിലും അങ്ങനെ അനുദിനം ഒരു നാശത്തിലേക്ക് വന്നു. അതിൻ്റെ ഒടുവിൽ ഇത് വിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനിത് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. അപ്പോൾ അതൊരു ഒരു 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 ബുദ്ധിമുട്ട് തോന്നിച്ച ഒരു രംഗമുണ്ട്. പക്ഷേ അന്ന് ഇത് വിൽക്കുമ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ ചോദിച്ചിരുന്നു ഈ വാങ്ങിച്ചയാൾ. ഉദയയുടെ ഈ കോഴി കൂവുന്നതും ഭൂഗോളവും ഉള്ള ഉദയ ടൈറ്റിൽ ഇതിനകത്ത് വേണ്ടി തർക്കിക്കുമ്പോൾ ഞാനും ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ അതിനൊരു 50 ലക്ഷം രൂപ ചോദിച്ചു ബോബച്ചൻ. ഈ സ്ഥലവും കെട്ടിടമൊന്നും അല്ല, ഈ ടൈറ്റിലിന് മാത്രം 50 ലക്ഷം. അപ്പം ഇത് വാങ്ങിച്ചയാൾ പെട്ടെന്ന് മനസ്സിലായില്ല, ഈ 50 ലക്ഷം രൂപ ഈ ടൈറ്റിലിന് ഇല്ല, അതില്ലെങ്കിൽ ഞാൻ തരികയില്ല. അങ്ങനെ ഒരു രാത്രി അങ്ങനെയാണ് എഗ്രിമെൻ്റ് നടക്കുന്നത്. അപ്പോൾ ഒരു ദിവസം രാത്രി അതിൻ്റെ ഈ കോഴിയും പിന്നെ ഈ ഭൂഗോളവും ഛേദിച്ച് അതെടുത്ത് മാറ്റി ആ ടൈറ്റിലങ്ങ് മാറ്റുന്നത് അങ്ങനെയാണ്. കാരണം അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴീ ചാക്കോച്ചനെടുക്കുന്ന ഉദയ വീണ്ടും എന്ന് അനൗൺസ് ചെയ്യാനൊക്കില്ല. ഈ ടൈറ്റിൽ ഉപയോഗിക്കാൻ ഇപ്പോഴും മറ്റുള്ളവർക്ക് അനുവാദമില്ലല്ലോ. അല്ലേ, ഉദയയുടെ ഈ പുഷ്കര കാലത്ത് കുഞ്ചാക്കോ മുതലാളിയുടെ ആഗ്രഹം ഇതൊന്നുമല്ല. വളരെ ഈ ആരോമലുണ്ണി, കണ്ണപ്പനുണ്ണിയുടെ ഒക്കെ കാലത്ത് പണം വന്ന് ഇഷ്ടംപോലെ കൂടുതലല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു മോഹം ഉണ്ടായിരുന്നു, ഉദയയുടെ ആ ഗേറ്റിലിരുന്ന ഭൂഗോളമില്ലേ, അത് ചലിക്കുന്ന ഭൂഗോളമാക്കുക, യാമങ്ങൾക്കനുസരിച്ച് കോഴി കൂവുക. ഇത് അദ്ദേഹത്തിൻ്റെ മോഹമായിരുന്നു. അതിന് എത്ര ലക്ഷം രൂപ മുടക്കിയാലും ആ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും ചാക്കോച്ചൻ്റെ പുതിയ പടത്തിൻ്റെ അനൗൺസ്മെൻ്റ് കേട്ടപ്പോഴേ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ആ അപ്പൂപ്പൻ്റെ മോഹമില്ലേ, ആ മോഹം ചിലപ്പോൾ ചാക്കോച്ചൻ നടപ്പിലാക്കും. അല്ല, അത് ആ മോൻ അറിയാമോ? ഇല്ല, അറിയാൻ പാടില്ല. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ഞാനിപ്പോ പറയും, അല്ലെങ്കിൽ ഞാൻ പേപ്പറിലാണല്ലോ കണ്ടത്. പ്രൊഡക്ഷൻ തുടങ്ങാൻ പോകുന്ന പേപ്പറിൽ കണ്ടു. കല്യാണത്തിന് പോയിരുന്നു, കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഏത് സമയത്ത് എന്നെ വിളിക്കും, ഞാൻ പോകും. എങ്കിലും ഈ രോഗം സുഖമില്ലാത്തതിന് ശേഷം പോകാറില്ല. അല്ല, എന്നാലും സാർ ആ മോനോട് സംസാരിക്കുമ്പം, ബിക്കോസ് ഇപ്പൊ അതിനെപ്പറ്റി പറയാൻ സാർ മാത്രമേ ഉള്ളൂ.